റമളാനിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിന്റെ മാസമാണ് റമളാൻ. ആ പദം തന്നെ സൂചിപ്പിക്കുന്നത് അതാണ്. അള്ളാഹു എല്ലാ കാലത്തും പുറത്തു തരുന്ന റബ്ബാണ്. ഏത് രാത്രിയും ഉച്ചക്കും പകലും, ഏത് വേനൽക്കാലത്തും മഴക്കാലത്തും വേർതിരിവില്ലാതെ റഹ്മത്തിന്റെ മഗ്ഫിറത്തിന്റെ റബ്ബാണ് അല്ലാഹ്. ഒരടിമ ഒരു തെറ്റു ചെയ്താൽ ആ തെറ്റ് ചെയ്ത അടിമയെ ശിക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം അയാൾക്ക് പുറത്തു കൊടുക്കലാണ്. ഉറപ്പല്ലേ? തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അയാളെ ശിക്ഷിക്കുകയും ചെയ്യുക, പുറത്തു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹ് ഏതാ ഇഷ്ടം? തുഹിബ്ബുൽ അഫ്വ, തുഹിബ്ബുൽ അഫ്വ, നിനക്ക് പൊറുക്കലല്ലേ ഇഷ്ടം. അതിന്റെ അർത്ഥം എന്താ? മിനൽ ഉഖൂബ, ശിക്ഷിക്കുന്നതിനേക്കാൾ ഇഷ്ടം അള്ളാഹ്ക്ക് പൊറുക്കല. അല്ലാണ്ട് ഒരു കാര്യം ഇഷ്ടം എന്ന് പറയോ? ഒരു കാര്യം സെലക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വേറൊന്ന് അപ്പുറത്ത് പറയാനുണ്ടാവും. ഐ പ്രിഫർ ടീ, എനിക്ക് ചായ മതി. ചായ മാത്രമുള്ള സ്ഥലത്ത് നിന്ന് ചായ മതി എന്നൊക്കെ പറയോ? എന്താ വേണ്ടത്? എന്തോ ഓപ്ഷൻസ് കൊടുക്കുമ്പോ അല്ലേ ചായ മതി എന്ന് പറയാ. ഐ പ്രിഫർ ടീ ദാൻ കോഫി, അങ്ങനെ ഉണ്ടാവും. തുഹിബ്ബുൽ അഫ്വ, അവിടെ വ്യാഖ്യാതാക്കൾ കൊണ്ടുവരികയാണ് മിനൽ ഉഖൂബ. ഒരടിമ തെറ്റ് ചെയ്താൽ അള്ളാഹ്ക്ക് ഇഷ്ടം ശിക്ഷിക്കാനല്ല. ചാൻസ് കിട്ടിയ ചങ്ങായിനെ ശിക്ഷിക്കാൻ, കുറെ കാലം എങ്ങനെങ്കിലും അവനെ ശിക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നുമല്ല നമ്മൾ അള്ളാഹ്ക്കുള്ള കൺസേൺ. പിന്നെ അള്ളാഹിന്റെ കോൺസെപ്റ്റ് അതാ അല്ല. പിന്നെ ആ അടിമക്ക് എങ്ങനെയെങ്കിലും പുറത്തു കൊടുക്കണല്ലോ, അതാണ് അള്ളാഹ്. അതാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ, നീ പൊറുക്കുന്ന രാജാവാണ്. തുഹിബ്ബുൽ അഫ്വ, ശിക്ഷിക്കുന്നതിനേക്കാൾ നിനക്കിഷ്ടം മാപ്പ് നൽകലാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണേ. ഇങ്ങനെ ഈ ദിക്റിന്റെ അർത്ഥം ചിന്തിച്ചിട്ട് ഒരാൾ ഈ ദിക്റില്ലാൽ എങ്ങനെയാ അള്ളാഹ് പുറത്തു കൊടുക്കാണ്ടിരിക്കുക? അതല്ലേ ആയിഷ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചേ, ഇൻ അലിംതു ലൈലത്തുൽ ഖദരി ഫമാ അഖൂലു ഫീഹാ, ഇത് ലൈലത്തുൽ ഖദറാന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെല്ലാം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷെ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആകെ ഉള്ളത് മോള് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അത് ചൊല്ലിയാൽ മതി. ഹദീസിൽ വന്ന ദിക്റാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചൊല്ലേണ്ടത്. ഇപ്പോഴത്തെ ചില ഓൺലൈൻ ടീമിലൂടെ താത്താമാർക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഈ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു, ഉറങ്ങാൻ നേരത്ത് ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന ദിക്റ് നമ്മളെല്ലാവരും ചൊല്ലണോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങന്മാർക്ക് അത് തൃപ്തിയൊന്നുമില്ല. അതെല്ലാം പഴയ ദിക്റ് പണ്ടേ കേൾക്കുന്ന ആ കൺസെപ്റ്റ് ഉണ്ടാവുക. ഒരിക്കൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് വരണമെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കണം എന്നറിയോ? ഇതുവരെ ഒരാളും കേൾക്കാത്ത സുബ്ഹാനല്ലദി അൻജ അർശുഹു അൽ മിൽ അസ്സമാവാതി വല്ലർലില്ലദി ഫതറസ്സമാവാതില്ലദി, ഇങ്ങനെ യൂഫിസ് സമാവാതി, അങ്ങനെ പോയിട്ട് വൈകുന്നേരം 48:5:34 ചെല്ലണമെന്നെല്ലാം പറയണം. ഒരാളും പറയാത്തത്. എന്നാലും അവർക്ക് റാത്തോ. സഫാഹത്തിന് കയ്യും കാലും മുളക്കുന്ന കുറെ മജ്ലിസുകൾ. ഇസ്ലാമിനെ നശിപ്പിക്കരുത് നമ്മൾ.